എന്നെ ഓർക്കുന്നവർ, എൻ്റെ ദീൻ പഠിക്കുന്നവർ നിങ്ങളെ മക്കളിൽ ഉണ്ടാവണേ. നിങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, മെഡിസിൻ കൊടുത്താൽ പോരാ, ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ. നിങ്ങൾ നല്ല കൊട്ടാര സമാനമായ വീടുകൾ നിങ്ങളെ മക്കൾക്കുണ്ടാക്കിയാൽ പോരാ. മക്കൾക്ക് ഭാവിയിൽ ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ് എന്ന നിലയ്ക്ക് ക്വാർട്ടേഴ്സുകളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയാൽ പോരാ. ബാങ്ക് ബാലൻസ് പോരാ. നിങ്ങളെ മക്കൾ എൻ്റെ ശത്രുക്കളാവാതിരിക്കാൻ, വിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ശിആർ കളഞ്ഞു കുളിക്കാതിരിക്കാൻ, റബ്ബിനെ മറക്കാതിരിക്കാൻ എന്നെപ്പറ്റി പഠിക്കണേ, പഠിപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നു, ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. മക്കളെ, എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് നിങ്ങളെ ഓർമ്മപ്പെടുത്താറില്ലേ? നിങ്ങളോട് പ്രസംഗിക്കാറില്ലേ? എന്താണ് എല്ലാ നിസ്കാരത്തിലും വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ ഖതീബ് മാറിയാലും ഇമാമ് മാറിയാലും പള്ളി മാറിയാലും മാറാത്തൊരു ആയത്തുണ്ട്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അല്ലാഹ്, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് എത്ര കാലമായി ഈ ആയത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ഓതുന്നത്, ഇതെന്താണ് ഇങ്ങനെ ഉറക്കെ ഓതുന്നത്? സാധാരണ പകൽ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ പതുക്കെ ഓതുമ്പോ ഈ വെള്ളിയാഴ്ച നിസ്കാരത്തില് അതുപോലെ പെരുന്നാൾ നിസ്കാരത്തില് ഈ സൂറത്ത് ഇങ്ങനെ ഉറക്ക ഓതുന്നതെന്താ? ഈ ആയത്ത് ഉറക്ക ഓതുന്നതെന്താ? കഴിഞ്ഞ കൊല്ലത്തെ ഇമാമും ഇങ്ങനെയാണല്ലോ, മറ്റേ പള്ളിയിലും ഇങ്ങനെയാണല്ലോ. ഖുർആനിൽ വേറെ സൂറത്തുകളില്ലയോ, ആയത്തുകളില്ലയോ? ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ റമദാനാണ് വരുന്നത്. റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് നോൽക്കൽ മാത്രമല്ല, നിസ്കരിക്കൽ മാത്രമല്ല. നിസ്കാരം എല്ലാ മാസത്തിലും ഉണ്ട്, നോമ്പ് എല്ലാ മാസത്തിലും ഉണ്ട്, സദക്ക എല്ലാ മാസത്തിലും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് റമദാനിൽ മാത്രം ചെയ്തൊരു അമലുണ്ട്. അതെന്താണെന്നറിയോ? കാന യുദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠനം നടത്തല. എല്ലാ മാസവും ഖുർആൻ ഓതാറുണ്ട്.